കരിമീൻ പൊള്ളിച്ചതുണ്ട്, കരിമീൻ നിർവേണിയുണ്ട്, അങ്ങനെ കരിമീൻ കറിയുണ്ട്, നെയ്മീൻ കറിയുണ്ട്, നെയ്മീൻ പൊള്ളിച്ചതുണ്ട്. അങ്ങനെ നല്ല നാടൻ വാഴയിലയിൽ ഊണും കല്യാണ വീട്ടിലെ ബിരിയാണിയും കൊടുക്കുന്ന രാജേഷേട്ടനും കൂട്ടരും. ഞാനിന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ NS ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഊണുകടയിലാണ്. വലിയ ചെമ്പല്ലി ഫ്രൈ ഉണ്ടല്ലോ, വലിയ ചെമ്പല്ലി ഫ്രൈ കൊടുക്കും. ആവോലി പൊള്ളിക്കും, ആവോലി ഫ്രൈ ഉണ്ട്, എല്ലാം പൊള്ളിച്ച് കൊടുക്കും. അത് രണ്ടും നമുക്കിവിടെ വന്നിട്ടില്ല, അതെല്ലാം ലൈവായിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. വലിയ ചെമ്പല്ലി ആവോലി എല്ലാം ഇവിടെ വരുമ്പം മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ട് കസ്റ്റമർ കാണുമ്പോൾ അതെല്ലാം നമ്മൾ ലൈവായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെല്ലാം ചെയ്ത് കൊടുക്കും, അവരെ കാണിക്കും. നമ്മൾ ഒരു മീൻ മസാല ഇടുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഫിഷ് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവരാ കാണുന്ന മീൻ നമുക്ക് പറയും. അപ്പം തന്നെ ഞങ്ങൾ മസാല ഇട്ട് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്താണ് കൊടുക്കുന്നത്. മസാല ഇട്ട് വെച്ചിരിക്കും. ഇത് 10-12 വർഷമായി കട തുടങ്ങിയിട്ട്. 12 വർഷമായി. അന്ന് ഇവിടെ ഈ കട ഓപ്പൺ ആയപ്പോൾ ഞാനാണ് വന്ന് ഇതിൻ്റെ പാല് കാച്ചിയത്. അന്ന് ഞാൻ കൊല്ലത്തൊരു കടയിൽ നിൽക്കുമായിരുന്നു. അവിടെ എന്നെ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു മുതലാളി എന്നെ വന്ന് വിളിച്ച് അന്ന് ഈ കട ഓപ്പൺ ആയി. അന്ന് മുതലേ ഞാൻ ഇവിടെ ഉണ്ട്. അന്നോട്ടേ ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഫിഷ് ബോളിയൊക്കെ ഉണ്ടല്ലോ, ഫിഷിൻ്റെ എന്ത് വർക്ക് പറഞ്ഞാലും ശരിയാണ്, എനിക്കത് ചെയ്യാനറിയാം, ചെയ്തു കൊടുക്കും. ഏത് ഐറ്റം വേണമെങ്കിലും എനിക്ക് ചെയ്തു കൊടുക്കാൻ എനിക്കറിയാം. ഫിഷിൻ്റെ കായലായാലും കടലിലായാലും ചിക്കനായാലും ബീഫായാലും മട്ടനായാലും എന്ത് വർക്ക് വന്നിരുന്നാലും നീ ചെയ്തു കൊടുക്കാൻ. അതുപോലെ തന്നെ ഇവിടെ ഇല്ലാത്ത വിഭവങ്ങൾ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. ഇവിടെ ഇല്ലാത്ത ഒരു ദിവസം, ഇവിടുത്തെ ഷോപ്പ് ഇല്ലാത്ത ഒരു ദിവസം ഇവിടെ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുതലാളിമാരെടുത്ത് നിന്നൊരു ഓർഡർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുതലാളിമാർ എൻ്റെ അടുത്ത് പറയും ഇന്നൊരു വർക്ക് വേണമെന്ന് പറയും. ആ സ്പോട്ടിൽ തന്നെ ഞാനത് ചെയ്തു കൊടുക്കും. അത് ഇന്ന വർക്ക് പറഞ്ഞാൽ അത് എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഗൾഫിലെ ഒരുപാട് ഐറ്റങ്ങളിലെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. ഇല്ല, ഞായറാഴ്ച ദിവസം ഒന്നും അവധിയായിട്ടില്ല. ഞായറാഴ്ച ദിവസം ഇല്ല, ഹർത്താലിന് അവധിയില്ല, ഒന്നും അവധിയില്ല. ഒരു ദിവസം പോലും ഇവിടെ അവധിയില്ല. എല്ലാ ദിവസവും കട ഓപ്പൺ ആണ്. ഊണിന് 80 രൂപ. അതേപോലുള്ള നമുക്ക് വൃത്തി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. രുചിയുടെ കാര്യത്തിലാണെങ്കിലും ടേസ്റ്റ് ഇവിടെ ഏതൊരു കറിക്കായാലും ടേസ്റ്റ് വരുത്തുന്നതാണ് എനിക്കിഷ്ടം. ആ ടേസ്റ്റ് ഞാനൊന്ന് നോക്കും. ആ ടേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ നമുക്ക് പിടിക്കത്തില്ലല്ലോ. ടേസ്റ്റ് നോക്കിയിരിക്കും. ആ ടേസ്റ്റിലാണ് എൻ്റെ കറികളെല്ലാം. കൂടിയാൽ പോലും ആൾക്കാർ ആ ഒരു രുചി കാരണം ഇവിടെ എന്ത് റേറ്റ് കൂടിയിരുന്നാലും ശരി തന്നെ ടേസ്റ്റ് അനുസരിച്ച്. ഇവിടെ നാടൻ കോഴി തന്നെ വെക്കുന്നത് ഞാൻ കൊച്ചുള്ളിക്കകത്തേ ഞാൻ നാടൻ കോഴി വെക്കത്തുള്ളൂ. ആ ഒരു ഇതാണ് ഇവിടെ പോകുന്നത്. ഏറ്റവും കൂടുതൽ പോകുന്നത് ഇവിടെ നാടൻ കോഴി പോകും. പിന്നെ കരിമീൻ പൊള്ളിച്ചത് ഓർഡർ വന്നാൽ ഞാൻ അതനുസരിച്ച് കൊടുക്കും. പിന്നെ ബീഫ് ചട്ടിച്ചോറ് കൊടുക്കും, ചിക്കൻ ചട്ടിച്ചോറ് കൊടുക്കും, ഫിഷിൻ്റെ ചട്ടിച്ചോറ് കൊടുക്കും. അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഓർഡർ വന്നു കഴിഞ്ഞാൽ എന്ത് ഞാനിവിടെ കൊടുത്തിരിക്കും. അല്ലാതെ എല്ലാവർക്കും എനിക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഈ പെരുന്നാൾ അങ്ങനെയുള്ള വല്ല അവധി ഒരു അവധിയില്ല. ഓണത്തിന് മാത്രം 3 ദിവസത്തെ അവധി കിട്ടിയിരിക്കും. തിരുവോണം, ഔട്ടം, ചതയം. അല്ലാത്ത ദിവസങ്ങളൊന്നും ഇവിടെ അവധിയില്ല. അതേപോലെ തന്നെ ജോലിക്കാരൊക്കെ എത്ര പേരുണ്ട് ഇവിടെ? പിന്നെ ലൈന് നിൽക്കാൻ ഇവിടെ 7 പേരുണ്ട്, 7. പിന്നെ കിച്ചണിലാണെങ്കിൽ 5 പേരുണ്ട്. ജോലിക്കാരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ ജോലിക്കാർ നിൽക്കുന്നത്. ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത്. എല്ലാ ആൾക്കാരും ഇന്ന ജോലി നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ഒരു കുഴപ്പമില്ല, ഒന്നും പറയാതാണ് അവരെ ജോലി ചെയ്തു തരുന്നത്. അതേപോലെ തന്നെ ഈ ബിരിയാണി ഞാൻ കഴിച്ചു നോക്കി. ആ ബിരിയാണി നമ്മൾ വാഴയിൽ കൊടുക്കാനുള്ള കാര്യം, വാഴയില ഊണെന്നല്ലേ ഇവിടുത്തെ കടയുടെ പേര്. അപ്പോൾ എല്ലാം നമ്മൾ വാഴയിലേക്കകത്തല്ലേ നമ്മൾ കൊടുക്കണത്. അത് പ്ലേറ്റോ ഒന്നും അല്ലല്ലോ. അങ്ങനെ വാഴയില ഊണെന്ന് കട ഇവിടെ പേരിട്ട് അന്ന് മുതലേ ഇവിടെ ഊണായാലും ബിരിയാണി ആയാലും എന്തും വാഴയിലേക്കകത്തേ കൊടുക്കത്തുള്ളൂ. ബീഫ് ബിരിയാണിയും വെക്കും. അതൊരു രാത്രി 11 മണിയായാലും ശരി തന്നെ ആ ബിരിയാണി ഒരു കംപ്ലൈൻറ്റും വരില്ല. പിന്നെ അത് കണക്ക് തന്നെ ബിരിയാണി എന്ന് പറയുന്നത് ഞാൻ ദം ബിരിയാണിയെ അടിക്കുകയുള്ളൂ, അല്ലാതെ ഞാൻ ഊറ്റിയൊന്നും എടുക്കുന്ന ബിരിയാണിയല്ല. എന്നും ഞാൻ ദം ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ അത് കണക്ക് തന്നെ മലബാർ സ്റ്റൈൽ വേണമെങ്കിൽ ഞാൻ ചെയ്യും. എല്ലാ സ്റ്റൈലും അറിയാം. അത്രയ്ക്ക് ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ഗൾഫിലൊക്കെ ഞാൻ ഇവിടെ വന്നത്. നാടൻ കോഴി വേറെ ഉണ്ട്.
ഈ ട്രെയിൻ യാത്രയ്ക്ക് പോകുന്ന ദൂരയാത്രക്കാരുണ്ടല്ലോ, ട്രെയിനിൽ പോകുന്ന അത് ഒരു ഉച്ചയ്ക്ക് ഒന്ന് പൊഞ്ഞുകൊണ്ടോ വാഴയിലേക്കകത്ത് അതൊരു 11:30 മണിയായാലും ചീത്തയാവും. കൊണ്ടുപോയൊരു അഭിപ്രായമാണ്, നമ്മളെ അഭിപ്രായമല്ല. കൊണ്ടുപോയത് പിന്നെ കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ നിർവേണി, കരിമീൻ കറി, ഇത് ഇത്ര ഇവിടെ മെറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ 3 ഐറ്റങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ചാളയും കപ്പയാണ് ഇവിടെ. ഷാപ്പ് കറി പോലാണ് ഞാൻ ഇവിടെ ചാളക്കറി വെക്കുന്നത്. ചാളക്കറിയും കപ്പയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നെയ്മീൻ കറി, ചൂരക്കറി. ഇപ്പം 4 കറികൾ ഇവിടെ വെക്കും. ചാളക്കറി, കരിമീൻ കറി, നെയ്മീൻ കറി. ഈ 4 കറി 4 ഐറ്റത്തിലാണ് ഞാനിവിടെ വെക്കുന്നത്. കരിമീൻ തേങ്ങ അരച്ച് വെക്കും, ചൂരക്കറി തേങ്ങ വറുത്തരച്ച് വെക്കും, പിന്നെ ചാളക്കറി ഷാപ്പ് കറി വെക്കും. പിന്നെ നെയ്മീനുണ്ടല്ലോ അത് തേങ്ങാപ്പാലിനകത്താണ് ഞാൻ വെക്കുന്നത്, നെയ്മീൻ കറി വെക്കുന്നത്. അങ്ങനെ 4 കറി 4 ഐറ്റത്തിലാണ് വെക്കുന്നത്. കൊഞ്ച് ഫ്രൈ ഒക്കെ ലൈവിൽ പൊരിച്ചു കൊടുക്കും. ലൈവ് കൊടുത്തോളൂ. കൊഞ്ച് ഫ്രൈ വലിയ പീസ് നോക്കി കൊടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്തേക്കുന്നത് ഫ്രഷ് ആയിട്ട് കൊടുക്കും. ഫ്രഷ് ആയിട്ട്. എത്ര സമയം പിടിക്കും ഇതൊക്കെ? ഒരു 10-15 മിനിറ്റ് ഇട്ട് ആവുന്ന സമയം. ചെമ്മീൻ ഫ്രൈക്ക് എന്താ റേറ്റ്? ഏത് ചെമ്മീൻ ഫ്രൈ അന്നത്തെ റേറ്റ് ഇപ്പം കിലോ 30 രൂപയാണെങ്കിൽ അതിനകത്ത് ഒരു 10-20 രൂപ കൂട്ടി മേടിക്കത്തേ ഉള്ളൂ. വലിയ റേറ്റ് ഒന്നും. മീൻ ഫ്രൈ ചെയ്യാനുള്ള മീനൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? നീണ്ടാര ഹാർബറിൽ നിന്ന്. നീണ്ടാരയെന്നാണ്. ഒരാൾ രാവിലെ പോയി അവിടെ നിന്നാണ് എല്ലാ മീനുകളും എടുത്തുകൊണ്ട് വരുന്നത്. എല്ലാ മീനും നീണ്ടാരയെന്നാണ്. എല്ലാം ഫ്രഷായിട്ട് അന്നന്ന് രാവിലെ പോവും. രാവിലെ 5 മണിക്ക് ഇവിടുന്ന് മുതലാളി പോവും. ഒരു 6-7 മണിയാകുമ്പോൾ മീനുമായിട്ട് ഇവിടെ വരും. അതുപോലെ തന്നെ നമ്മുടെ കടയിൽ സ്പെഷ്യലായിട്ട് ഉള്ള ഐറ്റങ്ങളൊക്കെ എന്താ? സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് കായല ഞണ്ട് റോസ്റ്റ് കൊടുക്കും, കണവ റോസ്റ്റ് കൊടുക്കും, കല്ലിമേ കക്ക റോസ്റ്റ് കൊടുക്കും, കക്കാത്തോരൻ കൊടുക്കും, കണവ റോസ്റ്റ്, നാടൻ കോഴി, പിന്നെ കൊഞ്ച് റോസ്റ്റ്, പിന്നെ ലിവർ റോസ്റ്റ് കൊടുക്കും. പിന്നെ കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ നിർവേണി, കരിമീൻ കറി, ഇത് ഇത്രയും കായല. കരിമീനൊക്കെ ഫ്രൈ ഒക്കെ എങ്ങനെയാ റേറ്റ്? കരിമീൻ വലിയ മീനൊക്കെ ആണെങ്കിൽ 250-300 രൂപ കൊടുക്കുന്നത്. വലിയ കരിമീൻ അത് അന്നന്ന് കൊണ്ടുവരുന്ന ഡെയിലി കൊണ്ടുവരുന്നതല്ലേ, രാവിലെ പോയി കൊണ്ടുവരുന്നതല്ലേ. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. പൊള്ളിച്ചതും നമ്മൾ രാവിലെ കൊണ്ടുവരുന്ന മീനെടുത്ത് മസാല ഇട്ട് കരിമീൻ പൊള്ളിച്ച് കൊടുക്കും. അത് 250-300 രൂപയാണ് റേറ്റ് പൊള്ളിക്കുന്നതിൻ്റെ. ചെറിയ ചൂടോടെ ഇട്ടേക്കും. ചെറിയ കനലിനകത്തിട്ടേക്കും. കനലിനകത്തിട്ട് നല്ല ടേസ്റ്റോടെ കൊടുക്കും. പോത്ത് റോസ്റ്റ്. കൊല്ലത്തുള്ള രാജേഷ് ചേട്ടൻ്റെ ഊണുകടയിലെ ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒന്നും പറയാനില്ല. വാഴയിലയിലെ കല്യാണ വീട്ടിലെ ബിരിയാണി അടിപൊളി ടേസ്റ്റ് തന്നെ. അതേപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ തന്നെ മുട്ടയും പപ്പടവും അച്ചാറും കച്ചമ്പറും ഒക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ലൊക്കേഷനായിട്ട് വരുന്നത് കൊല്ലം പാലത്തറ NS ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള രാജേഷ് ചേട്ടൻ്റെ ഊണുകട.